ദൂരത്തും ചാരത്തും ഒക്കെയുമായിരുന്ന അടുത്തും അകലെയും ദേശത്തും വിദേശത്തും ഒക്കെയുമായിരുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാനൊരു ദൈവവചനം ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. 94-ാം സങ്കീർത്തനം എൻ്റെ 19-ാമത്തെ വാക്യം. എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിൻ്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. നമ്മുടെ ഉള്ളിലെ വിചാരങ്ങൾ, അതുകൊണ്ട് അതിൻ്റെ ബഹുത്വത്തിൽ നമ്മുടെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു എന്ന് ദാവീദ് പറയുമ്പോഴേ, നമ്മുടെ ഉള്ളിലെ ഒരുപാട് വിചാരങ്ങളാണ്. പലവിധമായ വിചാരങ്ങൾ കടന്നു വന്നിട്ട് നമ്മുടെ പ്രാണൻ പോലും ക്ഷയിച്ചു പോകത്തക്ക നിലയിൽ പ്രതിസന്ധികൾ കടന്നു വരാം. അത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതികൾ ഓർത്താൽ, രാഷ്ട്രങ്ങളുടെ സ്ഥിതി ഓർത്താൽ, ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങളിലും അതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ലോകമെമ്പാടുമുള്ള സകല ജനത്തോടും അവരേതെല്ലാം വിഷയത്തിലൂടെ കടന്നു പോകുന്നോ ആ വിഷയത്തിന്മേൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവി, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ലോകമെമ്പാടുള്ള സകല ജനങ്ങളും പലവിധമായ വിചാരങ്ങളാൽ മനം തകർന്നും കണ്ണുനീരോടെ പ്രാണന് സമാധാനമില്ലാതെ കടന്നു പോകുന്നൊരു അനുഭവമാണ്. ആ സ്ഥിതിക്കൊരു മാറ്റം വരുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം കർത്താവേ ജനത്തിൽ വെളിപ്പെടുത്തണമേ. ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ഒരാശ്വാസദായകനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മഹാസ്നേഹം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ അതിന് കേരളത്തിൻ്റെ 14 ജില്ലകളിലും കർത്താവ് അത്ഭുതം ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു. കേരളത്തിൻ്റെ 14 ജില്ലകളെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കായി പ്രാർത്ഥിക്കുന്നു. 14 ജില്ലകളിലായി കർത്താവ് 3.25 കോടി ജനങ്ങളും തലമുറകളും എണ്ണത്തിൽപ്പെടാത്തവരും ഹല്ലേലൂയ അന്യസംസ്ഥാന തൊഴിലാളികളും കർത്താവ് പലവിധമായ വിചാരങ്ങളാൽ അവരുടെ പ്രാണൻ കർത്താവ് മരണ അധീനമായ ശരീരത്തിൽ വസിക്കുമ്പോൾ അവർ കടന്നുപോകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിപ്പാൻ കഴിയാതെ പലരും ഭാരപ്പെടുന്ന സന്ദർഭങ്ങൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കർത്താവ് ജനത്തിനൊരു വിടുതലും ആശ്വാസവും കൊടുക്കേണ്ടതിനായി യേശു കർത്താവിൻ്റെ കരങ്ങളിൽ അടിയൻ വിഷയങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവമേ, കേരളത്തിൽ കർത്താവ് അധിവസിക്കുന്ന ഈ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ വിചാരങ്ങളുടെ ബഹുത്വത്താൽ അവർക്കൊരാശ്വാസം കർത്താവ് നൽകി അവരുടെ പ്രാണനെ തണുപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കൂരിരുളിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയാലും പ്രാണനെ തണുപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ ജാതി, മത, വർഗ്ഗ, വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്ത് വരെ പാർക്കുന്ന കേരള ജനതയോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഭാരത രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 29 സംസ്ഥാനങ്ങളും 7 കേന്ദ്ര പ്രദേശങ്ങളിലായി കർത്താവ് 145 കോടി ജനം 6 ലക്ഷത്തിലധികം ഗ്രാമങ്ങളിൽ കുടിയേറി പാർക്കുമ്പോൾ, അധിവസിക്കുമ്പോൾ കർത്താവ് അതിൽ നല്ലൊരു ശതമാനം ജനങ്ങളും കർത്താവ് അവരുടെ ഹൃദയത്തിലെ വിചാരങ്ങളാൽ മനം തോന്നും തകർന്ന് കണ്ണുനീരിൻ്റെ നടിയിലൂടെ കടന്നു പോകുന്നവരാണ്. അങ്ങനെയുള്ളവർക്കും ഒരു ആശ്വാസവും സമാധാനം ദൈവം കൊടുത്ത് അവരുടെ കഷ്ടതയിൽ അവർക്കൊരു തുണയായിരിക്കുവാൻ, ഹല്ലേലൂയ, അവരുടെ പ്രാണനെ തണുപ്പിക്കുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവ് അവർ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ വിടിച്ചങ്ങളുടെ ഭാരതത്തിനകത്ത് ഒരു സമാധാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഭാരതത്തിനകത്ത് സമാധാനമില്ലാതെ കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന കോടാനുകോടി ജനത്തിൻ്റെ വിഷയങ്ങൾക്കാടി ഇന്ന് പകൽക്കാൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, സകല ജനങ്ങളും പലവിധമായ വിചാരങ്ങളാൽ മനംനൊന്ന് മരണാസനയിൽ കടന്നു പോകുമ്പോൾ അതിൻ്റെ നടുവിൽ ആശ്വാസം നൽകുന്ന കർത്താവിൻ്റെ സാന്നിധ്യം സകല ജനത്തിന്മേലും പകരുവാൻ യേശു കർത്താവിൻ്റെ കരങ്ങളിൽ അടിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. 800 കോടിയിലധികം വരുന്ന ജനത്തിനായി പ്രാർത്ഥിക്കുന്ന തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ. ഹല്ലേലൂയ. കർത്താവ് 7 ഭൂഖണ്ഡങ്ങളിലായി കർത്താവ് ജനം അനുഭവിക്കുന്ന കഷ്ടതകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുകളും വേറെയാണ്. അതിൻ്റെ നടുവിൽ സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സകല ഭൂമിക്ക് നാഥനായ ദൈവത്തിൻ്റെ മഹത്വം കർത്താവ് എല്ലാ മേഖലയിലും വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. 800 കോടി ജനം അനുഭവിക്കുന്ന ദുരിതങ്ങൾ, കർത്താവ് കഷ്ടതകൾ, കഷ്ടപ്പാടുകൾ, സങ്കടങ്ങൾ, വേദനകൾ പലപ്പോഴും അവരുടെ ഹൃദയത്തിനകത്ത് പലവിധമായ വിചാരങ്ങളാൽ അവരുടെ പ്രാണന് പോലും സമാധാനമില്ലാതെ കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന ഒരു അനുഭവമാണല്ലോ. ആ സ്ഥിതിക്കെല്ലാം ഒരു മാറ്റം വരുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹത്വം കർത്താവ് എല്ലാ മേഖലയിലും വെളിപ്പെടണമേ. ലോകരാജ്യങ്ങൾ, അനേക വില്ലേജുകൾ, പഞ്ചായത്തുകൾ വെള്ളത്തിൻ്റെ സ്രോതസ്സുകളില്ലാതെ, നെറ്റ്വർക്കുകളില്ലാതെ, അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ, ഹല്ലേലൂയ, വൈദ്യുതി സൗകര്യങ്ങളില്ലാതെ കർത്താവ് സ്തോത്രം, കരമാർഗം, റോഡ് മാർഗം, വാഹനങ്ങളില്ലാത്ത മേഖലകൾ, ഹല്ലേലൂയ, സ്തോത്രം, ഹോസ്പിറ്റലുകളിൽ കർത്താവ്, സ്കൂളുകളില്ല, കർത്താവ് മറ്റ് അടിസ്ഥാന മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട അനേക ജീവിതങ്ങൾ അവരുടെ
ഹൃദയത്തിനകത്തെ വിചാരങ്ങളാൽ കർത്താവെ ദൈവമാരെന്നറിയാൻ കഴിയാതെ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ അവരുടെ ഉള്ളിലൊക്കെയും ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ട് അവർക്കൊരു മാനസാന്തരം സമാധാനം നൽകി അവർ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിപ്പാനോടൊന്ന് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടതകളേറെയാണ്, പ്രതിസന്ധികളേറെയാണ്. അതിൻ്റെ നടുവിൽ ആശ്വാസദായകനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സമാധാനം എല്ലാവരും ഉള്ളങ്ങളിൽ നിറയുവാൻ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോക സമാധാനത്തിനാടിയും പ്രാർത്ഥിക്കുന്നു. 200 കോടി ജനം അനുഭവിക്കുന്ന മാരകമായ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതെ തകർന്നു കിടക്കുന്ന അനവധി കുടുംബങ്ങൾ, കർത്താവേ, കുടുംബജീവിതങ്ങൾ കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവേ, അവർക്കെല്ലാം ഒരു സമാധാനം സ്വസ്ഥതയും ദൈവം കൊടുക്കണമേ. ഹല്ലേലൂയ. ഭരണ സംവിധാനങ്ങൾ തമ്മിൽ കലഹിക്കുമ്പോൾ അവർ അധികാരത്തിന് വേണ്ടി മത്സരിച്ച് തമ്മിലടിച്ച് കർത്താവേ, അനവധി ജീവിതങ്ങൾ തകർന്ന് അനവധി കുടുംബങ്ങൾ അരാജകത്വത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് ഒരു മോചനത്തിനാടിയും പ്രാർത്ഥിക്കുന്നത് കർത്താവേ, ജനത്തിന് വിടൽ കൊടുക്കണമേ. മതങ്ങൾ തമ്മിൽ കലഹിച്ച് മതങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കി സ്ഥാനമാനങ്ങൾക്കും അധികാരങ്ങൾക്ക് വേണ്ടി തമ്മിലടിച്ച് കഴിയുന്ന അനവധി മത നേതാക്കന്മാർ, അതിൻ്റെ നടുവിലും കർത്താവ് അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അവയെല്ലാം മേഖലയിലും ശുദ്ധീകരണത്തിനാടിയും പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ലോകം മുഴുവൻ ഒരു ശുദ്ധീകരണത്തിനാടിയും പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങൾ തമ്മിൽ കലഹിച്ചുകൊണ്ട് കർത്താവ് യുദ്ധശ്രുതികൾ ക്ഷാമങ്ങളാൽ ജനം പലവിധമായ വ്യാധികളാൽ അവരുടെ ഹൃദയവിചാരങ്ങൾ കർത്താവ് ആശ്വാസമില്ലാതെ കരയുമ്പോൾ ഞങ്ങളുടെ ഓരോ രാജ്യങ്ങളിലെ അതിർത്തികൾ താമസിക്കുന്ന ജനം കർത്താവ് എപ്പോഴാണ് ജീവൻ അപകടത്തിൽ പെടുന്ന അറിയാൻ കഴിയാതെ അവർ സങ്കടപ്പെട്ട് വിചാരങ്ങളുടെ ബഹുത്വത്തിൽ കഴിയുമ്പോൾ ഹല്ലേലൂയ, ലോക സമാധാനത്തിന് പ്രാർത്ഥിക്കും. യുദ്ധക്കൊതിയന്മാരായിരിക്കുന്ന ലോക രാഷ്ട്ര നേതാക്കന്മാർ അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ജനം അനുഭവിക്കേണ്ട നന്മകളും ജനം അനുഭവിക്കേണ്ട ലാഭങ്ങളും ഹല്ലേലൂയ. ഭൂമിയുടെ സമ്പത്തുകളെല്ലാം കർത്താവ് യുദ്ധായുധങ്ങൾ വാങ്ങിക്കൂട്ടി, അണുബോംബുകൾ വാങ്ങിക്കൂട്ടി ലോകങ്ങൾ കർത്താവ് തമ്മിൽ പരസ്പരം ചുടുവാൻ കഴിയുന്ന വിധത്തിൽ ഹല്ലേലൂയ ലോകരാജ്യങ്ങൾ പാപത്തിൻ്റെ വശീകരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനാടിയും പ്രാർത്ഥിക്കുന്ന ജനം അനുഭവിക്കുന്ന ദുരന്തങ്ങൾ അതിൽ നിന്ന് കർത്താവേ, ഞങ്ങൾക്കൊരു സമാധാനം നൽകണമേ, ഞങ്ങൾക്കൊരു സ്വസ്ഥത നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് യേശു പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. ഹല്ലേലൂയ. അത് ലോകം തരുന്നത് പോലെയല്ല കർത്താവ്. ഈ ദിവസങ്ങളിൽ സകല മേഖല ഒരു സമാധാനം ഉണ്ടാകുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. യുദ്ധക്കൊതിയന്മാരായിരിക്കുന്ന രക്തദാഹികളായിരിക്കുന്ന ഭരണാധികാരികളെ ദൈവം സന്ദർശിക്കണമേ. അധികാരത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആരെയും കൊല്ലുവാനും ആരെയും തകർക്കുവാനും ഹല്ലേലൂയ മടിയില്ലാതെ ജീവിക്കുന്ന അനവധി ആളുകൾ ഹല്ലേലൂയ രാക്ഷസ സമൂഹം പോലെ അവർക്കൊരു മാനസാന്തരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളായി ഞങ്ങളുടെ രാജ്യത്തെ രാഷ്ട്രങ്ങളിൽ കർത്താവേ, ഞങ്ങളുടെ കേരളത്തിൽ ഒക്കെ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകം മുഖാന്തരം അനവധി മാതാപിതാക്കൾ മക്കളില്ലാതെ ഭാരപ്പെട്ട അനവധി സഹോദരിമാർ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട് അനവധി കുഞ്ഞുങ്ങൾ അപ്പനമാർ നഷ്ടപ്പെട്ട് ഹൃദയങ്ങളുടെ വിചാരത്താൽ ബഹുത്വത്താൽ ഭാരപ്പെടുമ്പോൾ ഇന്ന് പകൽ കർത്താവേ, ആ മേഖലയിലെല്ലാം ഒരു ശുദ്ധീകരണത്തിനാടിയും പ്രാർത്ഥിക്കുന്നു. സകല നാമത്തിനും മേലായ നാമമുള്ള കർത്താവിൻ്റെ മഹത്വമേറിയ കരം ഇന്ന് പകൽ എല്ലാ മേഖലയിലും വെളിപ്പെട്ട് കർത്താവേ, ഒരു വലിയ ശുദ്ധീകരണം നടക്കണ്ടായി അടിയും പ്രാർത്ഥിക്കുകയാണ്. കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവമേ, ഇന്ന് പകൽ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കകത്തും ഒരു മറുപടി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങളുടെ മത, സാമൂഹിക, സാംസ്കാരിക, ചരിത്ര, മാധ്യമ, മീഡിയ രംഗങ്ങളിൽ നിൽക്കുന്നവർ, സയൻറ്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ്, സകല ജനത്തിനെ ഓർത്ത് പ്രാർത്ഥികർക്ക് മാനസാന്തരം കൊടുക്കണമേ. അവർ ദൈവത്തെ അറിയണനായി, ദൈവത്തെ ഭയപ്പെടുവാൻ അവർ ചെയ്തു കൂട്ടുന്ന കോലാഹലങ്ങൾ, ചെയ്തു കൂട്ടുന്ന ഹീനവും നീചമായ പ്രവൃത്തികൾ പലപ്പോഴും അനവധി ആളുകൾ കർത്താവെ മരണപ്പെടുന്ന അനുഭവങ്ങളാണ്. അങ്ങനെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളാൽ വളരെ കഷ്ടം സഹിക്കുന്ന അനവധി ആളുകൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ നടുവിൽ സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തണമേ. കർത്താവെ, ജനത്തോടധികം സംസാരിക്കണവർ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ വ്യക്തികളോട് ഇടപെടുവാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, ജനത്തിലൊരു സമാധാനം അയക്കണമേ, ജനത്തിലൊരു സ്വസ്ഥത അയക്കണമേ. അവർ കടന്നു പോകുന്ന വലിയ ദുരന്തങ്ങളെ അതിജീവിപ്പാൻ കർത്താവെ, ജനത്തിന്മേൽ ദൈവത്തിൻ്റെ നീതിയുടെ കരം വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ദുഷ്ടശക്തികൾ ലോകം മുഴുവൻ കർത്താവെ കൈപ്പിടിയിലാകുമ്പോൾ കർത്താവെ, തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും രാജ്യത്തെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കി കർത്താവെ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ദുഷ്ടശക്തികളുടെ കയ്യിൽ നിന്ന് കർത്താവെ രാജ്യങ്ങൾ, ലോകരാജ്യങ്ങൾ വിടുവിക്കപ്പെടുവാൻ ജനത്തിൽ സമാധാനം ഉണ്ടാകുവാൻ ഹല്ലേലൂയ അടിയും പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ എൻ്റെ ദൈവത്തിൻ്റെ കരം സകല മേഖലയിലും വെളിപ്പെടണമേ. പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. ജനഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടണാടിയും പ്രാർത്ഥിക്കുകയാണ്. സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം
ഇന്ന് പകൽ വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ദുരന്തങ്ങൾ കൊണ്ട് കർത്താവ് ഭൂമി നിറയുമ്പോൾ, ആമീൻ, കുടുംബങ്ങൾ അസമാധാനം ഉണ്ടാകുമ്പോൾ, ജീവിതങ്ങൾ സമാധാനമില്ലാതെ വഴിയെ യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ കർത്താവ് ഒരു സമാധാന ദൈവ ഐക്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഷ്ടശക്തികൾ, ആമേ, സാത്താനി ശക്തികൾ, പേയുടെ ശക്തികൾ, ഹല്ലേലൂയ, രാജ്യങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് കർത്താവ് ജനത്തിൽ, ഹല്ലേലൂയ, അന്ധകാരം വിതറുന്ന സാത്താനി ശക്തികളെ, സാത്താനി സഭകളെ, ആമേ, ദുർമന്ത്രവാദ ദുർഭൂത ആരാധന ശക്തികൾ, ഹല്ലേലൂയ, ആമേ, കൂടോത്രങ്ങളും മന്ത്രവാദങ്ങളും ക്ഷുദ്രങ്ങളും, ഹല്ലേലൂയ എന്ന് വേണ്ട ജനത്തെ തകർക്കുന്ന സകല പൈശാചിക മണ്ഡലങ്ങളെയും കർത്താവ് നീക്കി, ഹല്ലേലൂയ, സമാധാനം പകരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ജനത്തിന് സമാധാനം നൽകണമേ. ലോകരാജ്യങ്ങളുടെ സമാധാനത്തിനായി വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം വെളിപ്പെട്ട് കാണുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്ന കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവമേ, ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നപ്പാ, അവിടുന്ന് മഹത്വം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ലോകങ്ങൾ തമ്മിൽ, ഹല്ലേലൂയ, പരസ്പര സ്നേഹത്താൽ ഒന്നിക്കുവാൻ സന്തോഷത്തോടെ മടങ്ങി വരാൻ പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് മാനസാന്തരം കൊടുക്കണമേ. വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണമേധാവികൾ, സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ ഭരിക്കുന്നവരെ, ദ്വീപുകളെ, ആദിവാസി മേഖല, ട്രൈബൽ മേഖലയിൽ ആയിരിക്കുന്നവർ, ഹല്ലേലൂയ, കർത്താവേ, പുറലോകമായി യാതൊരു ബന്ധമില്ലാതെ മദ്യവും മയക്കുമരുന്നും ലഹരിക്കും അടിമപ്പെട്ട് കിടക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ, ആമീൻ, കർത്താവേ, കഷ്ടതയിലൂടെ കടന്നുപോയി കർത്താവിയോർ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് ഈ ഭൂമി മരിച്ച് നിത്യനരകത്തിൻ്റെ അവകാശികളായി മാറുമ്പോൾ അതിൽ നിന്നൊരു മോചനത്തിനായി അടിയും പ്രാർത്ഥിക്കുകയാണ്. ജനത്തിന് സമാധാന സ്വസ്ഥതയും കൊടുക്കണമേ. ഹല്ലേലൂയ. ജനത്തിന് സമാധാനം കൊടുക്കണവർ കടന്നുപോകുന്ന പാപത്തിൻ്റെ അനുഭവങ്ങൾ വിട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവിൻ്റെ കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. BSF, CRF, കർത്താവ് അതിർത്തികൾ കാക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും കർത്താവ് പലപ്പോഴും ജീവനെ അപകടത്തിലായി പലരും വീരവൃത്തി ഭരിക്കുന്നു. അത് മുഖാന്തരം അവിടെ സഹോദരിമാർ കർത്താവ് ഹൃദയത്തിൽ പലവിധമായ വിചാരങ്ങളാൽ ഭാരപ്പെടുന്നു. അങ്ങനെയുള്ളവർക്കും ദൈവം ആശ്വാസവും സമാധാനവും പ്രാണനെ തണുപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അതിർത്തികളിൽ താമസിക്കുന്ന ജനം ഏത് സമയത്തും മരണം ജീവിതത്തിൽ സംഭവിക്കാവുന്ന നിലയിൽ കർത്താവ് ഒരു ഭാരപ്പെട്ട് അതിർത്തികളിൽ താമസിക്കുന്നു. അവരോടും ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ട് അവർക്കും ദൈവമായി സമാധാനം, സ്വസ്ഥത, ആശ്വാസം കൊടുക്കണമേ. അവരുടെ കണ്ണുനീരിന് ദൈവം മറുപടി നൽകി മാനിച്ച് അനുഗ്രഹിക്കണവർ കടന്നു പോകുന്ന ആ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിപ്പാനുള്ള കൃപ ദൈവമേ, സ്വർഗ്ഗത്തിലെ ദൈവമേ, ജനത്തിന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപം മനുഷ്യൻ്റെ ജീവിതത്തിൽ പെരുകി കർത്താവേ, ദൈവമായി യാതൊരു ബന്ധമില്ലാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന എല്ലാ ജീവിതങ്ങളും ഈ ദിവസങ്ങൾ മടങ്ങി വരണമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, പാടത്തും പറമ്പിലും കൂറിയിലും കല്ലിനോടും പണിയെടുക്കുന്നവർ, ഹല്ലേലൂയ, കർത്താവേ, പാമേല് സ്തോത്രം, ഹല്ലേലൂയ, ടിമ്പർ രംഗത്ത്, യൂണിയൻ രംഗത്ത് പണിയെടുക്കുന്നവർ, ഹല്ലേലൂയ, വളരെ കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് കർത്താവിയുടെ ചോര വേർപ്പാക്കി അധ്വാനിക്കുന്ന പൈസകൾ പലപ്പോഴും അവർ ഭവനത്തിലെത്താൻ കഴിയാതെ വഴിയിലിരുന്ന് പതിയിരുന്ന് മേടിക്കുന്ന ദുരന്ത ശക്തികൾ, ഇവിടുത്തെ ഭൂമാവികളും കർത്താവ് ലേടുമാവികളും, ഹല്ലേലൂയ, കൊള്ള പലിശക്കാരും, ആമേ, കർത്താവ് സ്തോത്രം, അതുപോലെ ചൂതാട്ടക്കാരും, കർത്താവ് ബീവറേജുകാരും, ആമേ, ബാർ ഉടമകൾ, കള്ള് ഷാപ്പ് ഉടമകൾ, ഹല്ലേലൂയ, ഇങ്ങനെയുള്ള ഒരു വലിയ കൂട്ടം, ആമേ, ജനത്തിൻ്റെ ഹൃദയങ്ങളെ തകർത്ത് അവരുടെ നന്മകളെ നശിപ്പിക്കുന്ന, അവരുടെ കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ഈ സാത്താനി ശക്തികളിൽ നിന്ന് കർത്താവ് ജനം വിടുവിക്കപ്പെടുവാൻ, ഹല്ലേലൂയ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അനവധി കുടുംബങ്ങൾ, ആമേ, കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്നൊരു ആശ്വാസം ദൈവമേ ജനത്തിന് കൊടുക്കണമേ. അവർ കടന്നു പോകുന്ന ദുരന്ത മേഖലയിൽ നിന്നൊരു മോചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ, അവർ അധ്വാനിക്കുന്ന വിഹിതം, അവരുടെ ചോര വീർപ്പാക്കുന്ന പൈസ അവരുടെ വീടുകളിൽ എത്തുവാൻ, അവരുടെ കുടുംബം സന്തോഷമായി തീരുടെ കുഞ്ഞുങ്ങൾ സമാധാനപരമായി തീരുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, എല്ലാ മേഖലയും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയ അരാജകത്വങ്ങൾ മാറിപ്പോകുവാൻ, ഹല്ലേലൂയ, ഭാരതത്തിൻ്റെ രാഷ്ട്രീയ അരാജകത്വങ്ങൾ മാറിപ്പോകുവാൻ ഇപ്പം നടക്കുന്ന വലിയ വെല്ലുവിളികളും കർത്താവേ, സമരങ്ങളും സമരമുറകളും, ആമേ, മനുഷ്യൻ്റെ ജീവിതത്തെ തകർത്ത് കളയുമ്പോൾ, ആമേ, അടിസ്ഥാന സൗകര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ, പൊതുമുതലുകൾ നഷ്ടപ്പെടുത്തുമ്പോൾ അതിൽ നിന്നൊക്കെ ജനത്തിന് മാനസാന്തരം ഉണ്ടാകുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ജനത്തെ സന്ദർശിക്കണമേ. ഇവിടെ അകൃത്യങ്ങളെ ദൈവം നീക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിന് വശകൃതമായിരിക്കുന്ന ജനങ്ങളെല്ലാം വിടുവിക്കപ്പെട്ട് ക്രിസ്തുവിൽ സ്വതന്ത്രമായി മാറുവാൻ കർത്താവേ, സമാധാനത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. മത നേതാക്കന്മാർ കാട്ടിക്കൂട്ടുന്ന വെറുക്കൂത്തുകൾ, ഹല്ലേലൂയ, അവർ ചെയ്തു കൂട്ടുന്ന ഹല്ലേലൂയ, കാമവെറിയന്മാരായിരിക്കുന്ന അനവധി മത നേതാക്കന്മാർ എല്ലാ വിഭാഗങ്ങളിലും അനവധി മേഖലകളിൽ കർത്താവിയർ നാശം വിതയ്ക്കുമ്പോൾ, അധാർമികത ചെയ്തു കൂട്ടുമ്പോൾ കർത്താവേ, മത നേതാക്കന്മാർക്ക് ഒരു മാനസാന്തരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. എല്ലാ മേഖലയിലും ശുദ്ധീകരണം നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഈ ദിവസങ്ങൾ ചെയ്തു കൂട്ടുന്ന ഹീനമായ പ്രവൃത്തികളെ അത് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് ജനം മടങ്ങി വന്ന് ഹല്ലേലൂയ തങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ശുദ്ധീകരണം വരുത്തുവാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലയിലും കർത്താവ് അനിഷ്ടങ്ങൾ പെരുകുമ്പോൾ, അധർമ്മം വരുമ്പോൾ അനവധി കുടുംബങ്ങൾ കർത്താവ് ഹൃദയവിചാരങ്ങളാൽ ഭാരപ്പെട്ട് മനം തകർന്ന് കണ്ണുനീരിലൂടെ മരണം മതിയെന്ന് ആഗ്രഹിക്കുന്ന പലരും ഞങ്ങളുടെ ഇടയിലുണ്ട്. കർത്താവ് എൻ്റെ നടുവിലൊക്കെയും ഒരു ആശ്വാസം ദൈവം കൊടുക്കണമേ. ഹല്ലേലൂയ. കർത്താവ് ഈ ദുഷ്ടശക്തികളുടെ കയ്യിൽ നിന്ന് ജനം വിടിവിക്കപ്പെടുവാൻ, സാത്താൻ്റെ കയ്യിൽ നിന്ന് ജനം വിടിവിക്കപ്പെടുവാൻ, സകല ധാർമ്മിക ജനം വിടിവിക്കപ്പെടുവാൻ, പൈശാചിക തന്ത്രങ്ങൾ ജനം വിടിവിക്കപ്പെട്ട് മടങ്ങി വരുവാൻ അല്ലെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിങ്ങളുടെ രാജ്യത്തെ കൈപ്പിടിയിലാക്കുന്ന എല്ലാ കൊട്ടേഷങ്ങളും ഗുണ്ടാസങ്ങളും ഭൂമാവികളും ബ്ലേഡുമാരും പിടിച്ചുപറിക്കാരും എല്ലാ പെൺവാണിപ്പക്കാരും എല്ലാ വ്യഭിചാര ശക്തികളെയും എല്ലാ കർത്താവ് അന്ധകാരത്തിൻ്റെ നടുവിൽ അധിവസിക്കുന്ന സകല ദുഷ്ടസേനകളെയും ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തെ നശിപ്പിക്കുവാൻ, കുടുംബങ്ങളെ നശിപ്പിക്കുവാൻ ഒരു ദുഷ്ടനെ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സമാധാനം എല്ലാ മേഖലയിൽ ഉണ്ടാകുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണം കർത്താവ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. കർത്താവ് സാമൂഹ്യ വിരുദ്ധരും ഹല്ലേലൂയ. സ്ത്രീമാവികളൊക്കെ സന്ദർശിക്കണമേ. ബലാത്സംഗങ്ങളും പീഡനങ്ങളും കുഞ്ഞു കുട്ടികൾക്ക് പോലും ഭൂമി ജീവിക്കാൻ കഴിയാത്ത, വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത നിലയിൽ പീഡനങ്ങൾ വർദ്ധിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനാടിയും പ്രാർത്ഥിക്കുന്ന ജനം ചെയ്തു കൂട്ടുന്ന ഹീനവും നീചമായ നികർഷമായ പ്രവൃത്തിയും ജനം വിടിവിക്കപ്പെട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിപ്പാൻ, ജനത്തിൻ്റെ ആത്മീയ കണ്ണുകൾ തുറക്കുവാൻ ഇന്ന് പകൽ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്ന ദുഷ്ടശക്തികൾ ലോകം മുഴുവൻ പെരുകുമ്പോൾ കർത്താവിയെ അതിൻ്റെ നടുവിലടി നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ജനത്തിൽ സമാധാനം പകരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിയാണ് 2 വീലിലും 3 വീലിലും ഒക്കെ യാത്ര ചെയ്യുന്ന ഹെവി വാഹനം ഓടിക്കുന്നവർ, ഹല്ലേലൂയ, ആകാശത്തിലും കരയിലും കടലിലും ആകാശമാർഗം വാഹനം ഓടിക്കുന്ന അത് യാത്ര ചെയ്യുന്നവരേറെയുണ്ട്. പലപ്പോഴും ലഹരിക്ക് അടിമകളായി സുബോധം നഷ്ടപ്പെട്ട് വലിയ അനർത്ഥങ്ങൾ അപകടങ്ങൾ വരുത്തിവെക്കുന്ന കാഴ്ചകൾ നിങ്ങൾ കാണുമ്പോൾ അത് മുഖാന്തരം അനേക കുടുംബങ്ങൾ കർത്താവെ ഹൃദയവിചാരത്താൽ അതിൻ്റെ ബഹുത്വത്താൽ കർത്താവെ ഭാരപ്പെടുന്ന അനുഭവങ്ങൾ, അനാഥമാക്കപ്പെടുന്ന ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ, അങ്ങനെയുള്ള സ്ഥിതികൾക്കെല്ലാം ഒരു മാറ്റം വരുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ഈ ദുഷ്ടശക്തികൾ ലോകത്തെ കൈയടക്കാൻ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താന്യ ശക്തികൾ ലോകം മുഴുവൻ കൈയടക്കാൻ ശ്രമിക്കുമ്പോൾ അതിനൊരിക്കലും കർത്താവ് ഞാൻ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിനാടിയും പ്രാർത്ഥിക്കുകയാണ്. സ്വസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പാപം വിട്ട് കർത്താവ് ജനം മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം ആരംഭിക്കുവാൻ, കർത്താവ് ജനം ദൈവനാമത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുവാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിഷയങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. സകല അന്ധകാരങ്ങളും മാറിപ്പോകട്ടെ, സകല ദുഷ്ടശക്തികളും മാറുവാൻ, സകല പൈശാചിക ബന്ധനങ്ങളും മാറി ജനം ക്രിസ്തുവിൽ സ്വതന്ത്രമായി തീരുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. അപ്പോൾ സകല ജനങ്ങളും മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്ന കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന കർത്താവിൻ്റെ വചനം വായിക്കുന്ന പോലെ സകല ജാതി മത വർഗ്ഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന വലിയവരെയും ചെറിയവരെയും എല്ലാം ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാലംബൃതരും അശരണ യാചകരും ഓർഫണേജിലും ഓട്ടേജ് ഹോമിലും ആമീനായിരിക്കുന്ന വൃത്തമന്ദിര ജയിലറയിലായിരിക്കുന്ന എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി അടിയും പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സകല ജനത്തിനും വിടുതലും ആശ്വാസവും സമാധാനവും സ്വസ്ഥതയും കൊടുക്കണമേ. അവിടുന്ന് ആശ്വാസം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ജനഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുവാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് വിവിധ രോഗത്താൽ ഭാരപ്പെടുന്നു. ഹല്ലേലൂയ. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, വിവിധ രോഗങ്ങളാൽ ഭാരപ്പെട്ട് ഹൃദയവിചാരത്താൽ മനം തോന്നിരിക്കുന്നവരുണ്ട്. അവർക്ക് വിടുതലോട്ട് കഴിവില്ല, നോർമലായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. തലവേദനയും ട്യൂമറും കണ്ണുവേദനയും ചെവിവേദന, ടോൺസിൽസ്, തൈറോയ്ഡ് രോഗങ്ങൾ, ചെവിയുടെയും തലയുടെയും ബെടലും ഒക്കെ ബാലൻസ് സെറ്റുകൾ, മൂക്കിൽ ദശ വളരും, ഓണസംബന്ധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവർ, ഹാർട്ടിൻ്റെ പ്രശ്നം, ലിവറിൻ്റെ പ്രശ്നങ്ങൾ, കർത്താവ് ലെൻസ് സംബന്ധ വിഷയങ്ങൾ, ആസ്മ അടക്കം രോഗങ്ങൾ, ഹല്ലേലൂയ. ത്വക്ക് സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ. ഉദര സംബന്ധമായ, യൂട്രസ് സംബന്ധ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ഹല്ലേലൂയ. എല്ലാ നാഡീനരമ്പ് പേശികളും ജോയിൻറ്റുകളിലും എല്ലാ രക്തധമനികളിലും വ്യാപരിക്കുന്ന എല്ലാ രോഗങ്ങളും കർത്താവ് ജന്മന വൈകല്യമുള്ളവർ, കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്തവർ, കുരുടന്മാർ, ചെകിടന്മാരും മുടന്തനും, പക്ഷവാത രോഗികളും രക്തസഭക്കാരും അടക്കം, ഹല്ലേലൂയ. ജന്മന വൈകല്യമുള്ള അനവധി ആളുകൾ, ഹല്ലേലൂയ. ഡിപ്രഷനൊക്കെ ഭാരപ്പെടുന്നവർ, മാനസികമായി തകർന്ന് മെൻ്റൽ ഹോസ്പിറ്റലായിരിക്കുന്നവർ, ഹല്ലേലൂയ. എല്ലാ മേഖലയിലും ആയിരിക്കുന്ന ജനത്തിൻ്റെ രക്ഷയ്ക്കും വിടുതലിനും വേണ്ടി അടിയം പ്രാർത്ഥിക്കുകയാണ്. സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവമേ, ഈ ജനത്തോട് ദൈവാത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സകല ദുഷ്കർമ്മത്തിൽ നിന്നും ജനം വിടിവിക്കപ്പെട്ട് മടങ്ങി വരുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് ആ മേഖലയിൽ ശുദ്ധീകരണം നടക്കണമേ. കാർഷിക മേഖലയിലായിരിക്കുന്നവർക്കുണ്ടല്ലോ കർത്താവ്, ക്ഷീരമേഖലയിലായിരിക്കുന്നുണ്ട്, വിവിധ ഫാമുകൾ നടത്തുന്നവർ, ഹല്ലേലൂയ. ചെറുതും വലുതുമായ എല്ലാ വ്യാപാരികളും വ്യവസായികളും ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ പലപ്പോഴും കഷ്ടതയും കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും നഷ്ടങ്ങളും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് മോചനം കൊടുക്കണമേ. ആഴക്കടലിൽ മത്സ്യബന്ധന കടന്നുപോയിരിക്കുന്ന അവിടെ പ്രിയപ്പെട്ടവരുടെ സഹോദരങ്ങളുടെ കർത്താവ് ജീവൻ പണയം വെച്ച് അവർ രാത്രിയും പകലുമൊക്കെ പണിയെടുക്കുമ്പോൾ അവിടെ ജീവിതത്തിൽ കർത്താവ് അവർക്ക് ചെയ്യുന്ന ജോലിക്ക് തക്ക പ്രതിഫലം ഉണ്ടാകും
ഉണ്ടാകുവാൻ, അവരുടെ കർത്താവ് അധ്വാനത്തിനൊത്ത ഫലം കിട്ടുവാൻ, ആഴക്കടലിൽ മത്സ്യബന്ധനായി കടന്നു പോയിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആമേ, കുടുംബം പോറ്റാൻ വേണ്ടി, കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, രണ്ടറ്റം പൊട്ടിക്കാൻ വേണ്ടി അവർ അധ്വാനിക്കുന്ന അധ്വാനമെല്ലാം കർത്താവേ ഫലമുള്ളതായി തീരുവാൻ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് വഴിയോര കച്ചവടക്കാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മത്സ്യവിൽപ്പനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവിധ വ്യാപാരികൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പൊതുമേഖലയിലും സഹകരണ മേഖലയിലും കാർഷിക മേഖലയിലും ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ രംഗത്ത് ഹല്ലേലൂയ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഡോക്ടർമാർ, നഴ്സുമാർ, ഹല്ലേലൂയ, അവർ അഹോരാത്രം രാവുകളില്ലാതെ പണിയെടുക്കുന്ന മേഖലയിൽ ആമീൻ അവർ ചെയ്യുന്ന ജോലിക്കത്തെ സാലറിയും ശമ്പളമൊക്കെ കിട്ടാനായി പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യത്ത് കഷ്ടം സഹിക്കുന്ന അനവധി ആളുകളുണ്ട്. വിദേശ രാജ്യത്ത് ജോലിക്കായി കടന്നുപോയവർ, ഹല്ലേലൂയ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന അനവധി ആളുകൾ, ജോലി നഷ്ടപ്പെട്ടവർ, കർത്താവേ, പുതിയ ജോലിക്കായി ആഗ്രഹിക്കുന്നവർ, വിസയുടെ കാലാവധി കഴിഞ്ഞവരുണ്ട്. കർത്താവേ, വിസ പുതുക്കി കിട്ടുവാൻ, പാസ്പോർട്ട് പുതുക്കി കിട്ടുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അനവധി ആളുകൾ, അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യത്ത് കടന്നുപോയി കടക്കണിയാൽ ഭാരപ്പെടുന്ന, നാട്ടിലേക്ക് കടന്നു വരാൻ കഴിയാതെ മണലാറ്റിൽ കഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് കഷ്ടം ചെയ്യുന്ന സഹോദരിമാർ, അല്ലെങ്കിൽ പലരും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം ഒരു മോചനം, ആശ്വാസം ദൈവം കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യത്ത് കടന്നുപോയി വിവിധ കേസുകളൊക്കെ ഇവിടെ ജയിൽ മോചനമില്ലാതെ കിടക്കുന്ന പ്രിയപ്പെട്ടവരോട് കർത്താവേ കരുണ തോന്നി അവിടുത്തെ അധികാര വർഗ്ഗങ്ങളോട് ഇടപെട്ട് അവർക്ക് ജയിൽ മോചനം, അവരുടെ ഭവനത്തിൽ വന്ന അമ്മയും മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അവരുടെ ബന്ധുമിത്രാദികളെ കാണുവാനുള്ള എല്ലാ അവസരങ്ങളും കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവേ, ഹൃദയവിചാരത്താൽ ഭാരപ്പെടുന്ന അനവധി മേഖലയിലായിരിക്കുന്നവരുണ്ട്. കർത്താവേ, ഹല്ലേലൂയ, ജോലിയില്ലാതെ ഭാരം കർത്താവേ എല്ലാവരും വിടുവിക്കണമേ. തലമുറയില്ലാതെ ഭാരപ്പെടുന്നുണ്ട് കർത്താവേ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നും പാൻസലഹരിക്കും അടിമപ്പെട്ട് അനേക കുടുംബങ്ങൾ, അനേക മാതാപിതാക്കൾ ഹൃദയവിചാരത്താൽ ഹല്ലേലൂയ ഭാരപ്പെടുമ്പോൾ ഹല്ലേലൂയ അവരുടെ പ്രാണനെയൊക്കെ ദൈവം തണുപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവമേ, ജനത്തിൽ ആശ്വാസം, സമാധാനം, സ്വസ്ഥതയും പകരുവാൻ ഇന്ന് പകൽ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ അടിയും വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സകല ദുഷ്ടശക്തികളും, എല്ലാ പേയുടെ ശക്തികളും കർത്താവേ, ജനത്തെ നശിപ്പിക്കുന്ന സകല ദുഷ്ട മന്ത്രവാദ ശക്തികളെയും ദൈവം നീക്കം ചെയ്തുകൊണ്ട് സമാധാനത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ കാലങ്ങൾ പകരുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന അനവധി സഹോദരന്മാർ വിവിധ മതങ്ങളിലുണ്ടല്ലോ കർത്താവേ, അവർക്ക് തക്ക തുണയെ കൊടുക്കണമേ. മനുഷ്യനേകനായിരിക്കും നന്നല്ലെന്ന് ആദമിന് തക്ക തുണയെ കൊടുത്ത കർത്താവേ, ഇയാളുടെ എല്ലാ സഹോദരീസന്മാർക്കും തക്കതായി തുണ കൊടുക്കണമേ. അവർ വിവാഹം നടക്കണം. കുടുംബജീവിതം ആരംഭിച്ച് കർത്താവേ, വിവിധമായ സംശയാസ്പദ രോഗം കൊണ്ട് കുടുംബജീവിതം തകർന്ന അനവധി കേസുകൾ കേരളത്തിലെ കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുമ്പോൾ കർത്താവേ, അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുവാൻ ഹല്ലേലൂയ ഉഭയസമ്മതപ്രകാരം ഉടമ്പടി ചെയ്തെടുത്ത വിവാഹബന്ധം നഷ്ടപ്പെട്ട് കളയാതെ, അതുമുഖ അനേക കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ, അനേകർക്ക് ഹൃദയവിചാരത്താൽ ഭാരപ്പെടാതെ ഒരു പരിഹാരം കൊടുക്കണം. ഞങ്ങളുടെ വൃത്തസ്ഥാനത്തിലായിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വേണ്ട, മരുമക്കൾക്ക് വേണ്ട, അവരെ വഴിയോരങ്ങളും പുഴയോരങ്ങളിലും ഹല്ലേലൂയ അവരെ പെരുന്നാൾ സ്ഥലത്ത്, ഉത്സവ സ്ഥലത്തും കർത്താവെ തള്ളിക്കളയുന്നവർ, ആമി വൃത്തമതരി കൊണ്ട് തള്ളിക്കളഞ്ഞിട്ട് കർത്താവെ അവരെ നോക്കാൻ കഴിയാതെ അവരുടെ മാതാപിതാക്കൾ കർത്താവെ ഹൃദയവിചാരങ്ങൾ ബഹുത്വത്താൽ ഭാരപ്പെടുമ്പോൾ അവരുടെയും പ്രാണനെ തണുപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അനവധി കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ അമ്മത്തൊട്ടിലടക്കം കർത്താവെ ഓർഫനേജുകളിലുണ്ട്. അവർക്കും ദൈവ സമാധാനം കൊടുക്കണം. മാതാപിതാക്കൾ ആരെന്നറിയാൻ കഴിയാതെ ആമി ജീവിതം തകർന്ന് കണ്ണുനീരിൻ്റെ നടുവിലുള്ള മറ്റു കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ കാണുമ്പോൾ ആമി സ്നേഹം കൊതിക്കാൻ അനേക കുഞ്ഞുങ്ങൾ അവരുടെയും പ്രാണനെ ദൈവം തണുപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മേഖലയിലും എൻ്റെ തമ്പുരാൻ്റെ കരം പ്രവർത്തിപ്പാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അനവധി യുവാക്കൾ കേരളത്തിൻ്റെ പല ജില്ലകളിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ, ലോക രാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ പഠനത്തിനായി കടന്നുപോയി മദ്യലോപികൾ അകപ്പെട്ട് ആമി മാൻമാലിലും മറ്റു മാഫിയാസങ്ങൾ അകപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ഇനിയുള്ള തലമുറയെങ്കിലും അത് കണ്ടുപഠിച്ച് കർത്താവെ പാപത്തിൽ വീഴാതെ, മാഫിയ സംഘടനയിൽ വീഴാതെ അവർ മടങ്ങിയ ഒരു മനസ്സാധനം കൊടുക്കണമേ. എല്ലാ ക്രിസ്ത്യൻ വിശ്വാസികൾക്കും, എല്ലാ ഹൈന്ദവ വിശ്വാസികളും, എല്ലാ ഇസ്ലാമിക വിശ്വാസികളെയും, എല്ലാ ബുദ്ധമതക്കാരെയും, ജൈനമതക്കാരെയും, എല്ലാ പാർസി മതക്കാരെയും, എല്ലാ പേർഷ്യൻ മതങ്ങളെയും ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലയിലും കർത്താവ് സമാധാനം കൊടുക്കണമേ. എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമാകുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് ഈ ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് സുവിശേഷൻ്റെ ഭാഗമായി തീരുവാൻ, യേശു ക്രിസ്തുവിന്റെ നിത്യജീവൻ പ്രാപിപ്പാൻ, ജനത്തിൻ്റെ ആത്മീയ കണ്ണുകൾ തുറക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിലടിയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടശക്തികൾ ആമി കുടുംബങ്ങളെ തകർക്കാൻ ഒരിക്കലും അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലടിയും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം എല്ലാ മേഖലയിലും വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാ ദുഷ്ടശക്തികളും മാറിപ്പോട്ടെ. എല്ലാ സാത്താൻ്റെ തന്ത്രങ്ങളും മാറിയിട്ട് ദൈവിക സമാധാനം ഞങ്ങളുടെ കേരളത്തിൽ, ലോക രാജ്യങ്ങളിൽ ആമി 800 കോടി ജനത്തിൽ നിറയട്ടെ. എല്ലാ മേഖലയിലും കർത്താവ് ശുദ്ധീകരണം അയക്കണമേ. അനവധി വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവാണ്ടെങ്കിൽ കർത്താവ് ഓരോ വിഷയങ്ങളെ ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. പൊതുവിൽ പറയാൻ കഴിയാത്ത അനവധി വിഷയങ്ങൾ, അതിൻ്റെ നടുവിൽ സ്വർഗ്ഗത്തിലെ അത്ഭുതം ചെയ്യണമേ. ഇന്ന് പകൽ കർത്താവ് അടിയെ കരക്കരിയും അയ്യം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ജനത്തിൻ്റെ ഹൃദയവിചാരങ്ങൾ മാറി ഹല്ലേലൂയ അവർ പ്രാണനെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അയക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.